നമസ്കാരം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ വ്യോമമേഖലയുടെ സുരക്ഷ പരമപ്രധാനമാണ്. അതിവേഗം സഞ്ചരിക്കുന്ന മിസൈലുകൾ, ശത്രു വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് തത്സമയം വിവരങ്ങൾ വിശകലനം ചെയ്യുവാനും പ്രതികരിക്കുവാനും കഴിവുള്ള നൂതനമായ പ്രതിരോധ സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് വലിയ മുതൽക്കൂട്ട് നൽകിക്കൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ആകാശത്തീർ. ഒന്നിലധികം റഡാറുകളും സെൻസറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സാങ്കേതിക വിദ്യകളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ശക്തിപ്പെടുത്തുവാൻ രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്കുള്ള എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞ് നിർവീര്യമാക്കുന്നതിൽ ആകാശത്തീർ നിർണായകമായ പങ്കാണ് വഹിച്ചത്. ഇത് അതിൻ്റെ പ്രവർത്തനക്ഷമതയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ആകാശത്തീർ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വ്യത്യസ്ത റഡാർ സംവിധാനങ്ങളെയും സെൻസറുകളെയും ഒരുമിപ്പിച്ച് തത്സമയം ഒരൊറ്റ ഓപ്പറേഷണൽ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാനുള്ള അതിൻ്റെ കഴിവാണ്. ടാക്റ്റിക്കൽ കൺട്രോൾ റഡാർ റിപ്പോർട്ടർ, 3D ടാക്റ്റിക്കൽ കൺട്രോൾ റഡാറുകൾ, താഴ്ന്ന തലത്തിലുള്ള ലൈറ്റ് വെയ്റ്റ് റഡാർ, ആകാശ് ആയുധ സംവിധാനത്തിൻ്റെ റഡാർ എന്നിവയുൾപ്പെടെ നിരവധി സെൻസറുകൾ ഈ സംവിധാനത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഈ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ പൊതുവായ ഒരു പ്രോസസ്സിംഗ് ഫ്രെയിംവർക്കിലേക്ക് എത്തുകയും ബന്ധപ്പെട്ട എല്ലാ പ്രതിരോധ യൂണിറ്റുകൾക്കും വ്യോമമേഖലയുടെ വ്യക്തവും ഏകീകൃതവുമായ ചിത്രം നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ആർമിയുടെ എയർ ഡിഫൻസ് സംവിധാനത്തിൻ്റെ കാതലായി ഇത് മാറുന്നു. ഈ സംയോജനം വഴി പോരാട്ടം നടക്കുന്ന വ്യോമാതിർത്തിയിൽ ശത്രു വിമാനങ്ങളെയും സ്വന്തം വിമാനങ്ങളെയും വേർതിരിച്ചറിയുന്നതിലൂടെ സ്വന്തം വിമാനങ്ങളെ അബദ്ധവശാൽ ആക്രമിക്കുവാനുള്ള സാധ്യത കുറയും. ഗ്രൗണ്ട് അധിഷ്ഠിത റഡാറുകളെയും മാനുവൽ തീരുമാനങ്ങളെയും ആശ്രയിക്കുന്ന പരമ്പരാഗത വ്യോമ പ്രതിരോധ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ആകാശത്തീർ താഴ്ന്ന തലത്തിലുള്ള വ്യോമാതിർത്തി സ്വയം നിരീക്ഷിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും മിസൈലുകളെയും കണ്ടെത്തുക, ട്രാക്ക് ചെയ്യുക, ആവശ്യമെങ്കിൽ ലക്ഷ്യമെടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇത് ഓട്ടോമേറ്റഡായി കൈകാര്യം ചെയ്യും. സംയോജിത സെൻസറുകളിൽ നിന്ന് ഡാറ്റ ശേഖരിച്ച് വിശകലനം ചെയ്ത ശേഷം തത്സമയം പ്രതികരണ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സാങ്കേതിക വിദ്യ പ്രാപ്തമാകുന്നു. അതിവേഗത്തിലുള്ള വ്യോമ ഭീഷണികളെ നേരിടുമ്പോൾ നിർണായകമായ ഈ സാങ്കേതിക വിദ്യ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കും. ആകാശത്തീർ ഇന്ത്യയുടെ വിശാലമായ C4ISR ചട്ടക്കൂടിനുള്ളിൽ ഉൾച്ചേർന്ന ഒരു സംവിധാനമാണ്. ഇത് മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി ഏകോപിച്ച് പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ഇന്ത്യൻ നേവിയുടെ ത്രിഗുൺ സംവിധാനം എന്നിവയുമായുള്ള ഇതിൻ്റെ സുഗമമായ സംയോജനം വഴി കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്ക് തത്സമയം പോർക്കളത്തിൻ്റെ വ്യക്തമായ കാഴ്ച നൽകിക്കൊണ്ട് സംയോജിത പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ആകാശത്തീറിൻ്റെ കടന്നുവരവ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തത്വം നിഷ്ക്രിയമായ പ്രതിരോധത്തിൽ നിന്ന് സജീവമായ പ്രതികരണത്തിലേക്ക് മാറുന്നതിൻ്റെ പ്രതിഫലനമാണെന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നത്. ഒന്നിലധികം റഡാറുകളെയും സെൻസറുകളെയും ഒരു ഏകീകൃത ഓപ്പറേഷണൽ ചിത്രത്തിലേക്ക് സംയോജിപ്പിക്കുവാനുള്ള അതിൻ്റെ കഴിവ് പൂർണ്ണമായും നെറ്റ്വർക്ക് ചെയ്ത വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ നീക്കങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനം യുദ്ധമേഖലകളിലും വ്യത്യസ്ത ഭൂപ്രകൃതികളിലും വേഗത്തിലുള്ള വിന്യാസം സാധ്യമാക്കുന്നു. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളിടത്ത് അത്യാധുനിക വ്യോമ പ്രതിരോധ ശേഷികൾ സ്ഥാപിക്കുവാൻ ഇതിൻ്റെ ചലനാത്മകത ഉറപ്പാക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ച ആകാശത്തീർ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വളരുന്ന ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നിർണായകമായ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ ഇതിൻ്റെ വിജയകരമായ ഉപയോഗം നൂതന ഓട്ടോമേറ്റഡ് വ്യോമ പ്രതിരോധ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെയും എത്തിച്ചിരിക്കുന്നു. ഇത് ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലും ശേഷിയിലും ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.